എൻ്റെ പേര് സൂര്യകിരൺ. ഞാൻ SPBHSS രാമനാട്ടുകരയിൽ പഠിക്കുന്നു. ഞാൻ 9th സ്റ്റാൻഡേർഡിൻ്റെ XandY Learning ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റുഡൻ്റാണ്. 2 months ജോയിൻ ചെയ്തിട്ട്. ഞാൻ XandY Learningനെ കുറിച്ച് അറിഞ്ഞത് അച്ഛനിടയ്ക്ക് IITയെ കുറിച്ചൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ IITയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെയാണ് അജ്മൽ സാറിൻ്റെ ചാനലിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ അജ്മൽ സാറിൻ്റെ ചാനൽ വഴിയാണ് ഞാൻ XandY Learningലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ കൊറോണ ആ ടൈമിൽ സ്കൂളത്തെ ഓൺലൈൻ ക്ലാസ്സസ് ഒന്നും അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ബേസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റ് വെക്കേഷൻ 2 months യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോഴാണ് XandY Learningൻ്റെ STEM ജൂനിയർ ബേസിക് ക്ലാസ്സൊക്കെ കാണുന്നത്. ആ പ്ലേലിസ്റ്റ് ഞാൻ ഫുള്ള് വാച്ച് ചെയ്തു. എനിക്ക് ക്ലാസ്സസൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ XandY Learningലെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നു. ഞാൻ ഈ വെക്കേഷൻ 2 months ട്യൂഷന് പോയിരുന്നു. അങ്ങനെ ഞാൻ XandYൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോൾ ട്യൂഷൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഇതന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. എനിക്കിത് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. കാരണം ബോറടിപ്പിക്കുന്ന ക്ലാസ്സൊന്നുമല്ല. എല്ലാ ക്ലാസ്സസും 4 to 5 minutes അല്ലെങ്കിൽ 10 to 15 minutes അത്ര ചെറിയ ക്ലാസ്സസാണ്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കുന്നു. പിന്നെ നമ്മളെ ടീച്ചേഴ്സ് എല്ലാവരും IITians NITians അത്രയും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ ഗ്രാജുവേറ്റ് ആയവരാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സസൊക്കെ അത്രയും ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നു. സ്കൂളത്തെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ഒരു സിലബസാണ്. ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് പഠിക്കുകയാണ്. കുറച്ചും കൂടി കോൺസെപ്റ്റ്സൊക്കെ ഡെപ്തായിട്ട് പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോയിട്ട് പിന്നെ നമ്മൾ സ്കൂളത്തെ ക്ലാസ്സസൊക്കെ കാണുമ്പോൾ അതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്രയും ഹയർ ലെവലിൽ പഠിച്ചിട്ട് പിന്നെ ചെറിയ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ. നമ്മൾ ആപ്പിലൂടെ കുറച്ച് ക്ലാസ്സസ് കാണുമ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ക്ലാസ് കണ്ട് കഴിയുമ്പോൾ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ് അത് നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. കുറച്ച് ക്ലാസ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു ലൈവ് സെഷൻ വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഉള്ള ഡൗട്ട്സൊക്കെ സാർമാരോട് ചോദിക്കാവുന്നതാണ്. ഏതൊക്കെ മനസ്സിലായില്ല, എന്തൊക്കെ മനസ്സിലായി എല്ലാം നമുക്ക് സാറുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസും കിട്ടുന്നുണ്ട്. അതിൽ നമ്മൾ പഠിച്ച കൂടുതൽ കോൺസെപ്റ്റ്സ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചതിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടും പിന്നെ പഠിച്ചതെല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസും എല്ലാതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ മെൻറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീതു മാമാണ് ഞങ്ങളെ മെൻറ്റർ. മാം ക്ലാസ് കണ്ടില്ലെങ്കിൽ എന്താ ക്ലാസ് കാണാൻ ചോദിക്കും. ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസം മുമ്പേ പനിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് ചോദിച്ചു എന്താ മോൻ ക്ലാസ് കാണാത്തതെന്നും പിന്നെ മോൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പനിയാണോ അതൊക്കെ ചോദിച്ച് നീതു മാം എൻ്റെ പേഴ്സണലായിട്ട് എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഡീമോട്ടിവേറ്റഡ് ആവും ഇടയ്ക്ക് ക്ലാസ് കാണാൻ തോന്നില്ല. അപ്പോഴൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് മാം പറയും ക്ലാസ് എന്താ ക്ലാസ് കാണാത്തത്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. JEE NEET എന്നുപോലുള്ള പരീക്ഷയൊക്കെ കുറച്ച് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസാണ്. ഇത് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസാണ് ഈ എക്സാമിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടഫായിട്ടുള്ള ഒരു എക്സാമിൽ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏർലി സ്റ്റാർട്ട് ചെയ്യണം. പറ്റുന്നത്ര നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ XandY Learningലേക്ക് ജോയിൻ ചെയ്യാൻ ഉണ്ടായ കാരണം. XandY Learning, better foundation, brighter future.